ബ്യൂഗിൾ എന്നൊരു സംഗീത ഉപകരണത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സൗണ്ടുള്ളൊരു ഉപകരണമാണത്. അതുപോലെ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു മാൻ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ കാടുകളിലുണ്ട്. ബാരാസിംഗ അല്ലെങ്കിൽ സ്വാംഡിയർ എന്നറിയപ്പെടുന്ന ഒരു മാനാണത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ആ മാനിനെ കുറിച്ചുള്ള കഥകളാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ന് ഞാൻ കാട്ടിലെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വരുന്നത് ബാരാസിംഗയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സ്വാം ഡിയറിനെ കുറിച്ച്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഞാൻ സംസാരിച്ചത് കാട്ടുപട്ടികൾ അല്ലെങ്കിൽ കാട്ടുനായ്ക്കളെ കുറിച്ചായിരുന്നു. ചുവപ്പ് നിറത്തിലുള്ള ഒരു കാട്ടുപട്ടിയല്ലേ നമ്മൾ കണ്ടത്. അതിനോട് തന്നെ സിമിലറായിട്ട് കളറുള്ളതാണ് ഈ ബാരാസിംഗ അല്ലെങ്കിൽ സ്വാം ഡിയർ എന്ന് പറയുന്നത്. ഹിന്ദിയിൽ അതിനെ ബാരാസിംഗ എന്ന് വിളിക്കും. ബാരാസിംഗ എന്ന് വിളിക്കാൻ കാര്യം, അതിന് ഹിന്ദിയിൽ ബാര എന്ന് പറഞ്ഞാൽ 12, സിംഗ് എന്ന് പറഞ്ഞാൽ കൊമ്പ്. അപ്പം 12 കൊമ്പുള്ള മാനെന്നാണ് അതിനെ വിളിക്കുന്നത്. അതിന് വിളിക്കാൻ കാര്യം, സാധാരണ എൻ്റെ കൊമ്പുകൾക്ക് 12 ശിഖരമുണ്ട്. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള പുള്ളിമാൻ അല്ലെങ്കിൽ മ്ലാവുകളൊക്കെ നമ്മുടെ കാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിനൊക്കെ സാധാരണ 2 കൊമ്പ് വന്നിട്ട് ചില 2ആയിട്ട് കൊമ്പുകൾ പിരിഞ്ഞിരിക്കും. എളുപ്പത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ബാരാസിംഗകൾക്ക് ചില സമയത്തൊക്കെ കൊമ്പുകൾ 2ആയിട്ട് പിരിഞ്ഞിട്ട് ആ കൊമ്പിന് മുകളിൽ 2 കൊമ്പിൻ്റെ മുകളിലൊക്കെ കൂടുതലായിട്ട് ശിഖരങ്ങൾ വന്നിട്ട് ചിലപ്പോൾ എല്ലാ കൊമ്പുകളുടെ എണ്ണം കൂട്ടിക്കഴിയുമ്പോൾ 12, 14, 16 വരെയുള്ള കൊമ്പുകളൊക്കെ ഉള്ള ബാരാസിംഗകളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാരാസിംഗകൾ അല്ലെങ്കിൽ സ്വാം ഡിയർ 3 സബ്സ്പീഷീസ് ഉണ്ട് ഇന്ത്യയിൽ. ഒന്ന് വെസ്റ്റേൺ സ്വാം ഡിയർ എന്ന് പറയും. വെസ്റ്റേൺ സ്വാം ഡിയറിനെ കാണപ്പെടുന്നത് ഹിമാലയൻ ഫുട്ഹിൽസിൻ്റെ താഴെയാണ്. പ്രത്യേകിച്ച് ദുധ്വ എന്ന് പറഞ്ഞ നാഷണൽ പാർക്കിൽ, കിഷൻപൂരിലുണ്ട്, പിലിഭിത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട്, പിന്നെ നേപ്പാളിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈസ്റ്റേൺ സ്വാം ഡിയർ എന്ന് പറയും. ഈസ്റ്റേൺ സ്വാം ഡിയർ കാണപ്പെടുന്നത് കാസിരംഗയിലാണ്. കാസിരംഗയിൽ പോയിട്ടുള്ള കുറേ ഫോട്ടോഗ്രാഫർമാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ കാണാൻ പറ്റും. വളരെ കോമൺ ആണ്. 100 കണക്കിനുള്ള കൂട്ടത്തിനൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനും അവിടെ വലിയ 100 കണക്കിനുള്ള കൂട്ടത്തിനെ കണ്ടിട്ടുണ്ട്. നല്ല രസമാണ് അതിനെ കാണാൻ. പിന്നെ ഉള്ളത് നമുക്ക് കൻഹ നാഷണൽ പാർക്കിൽ കാണുന്ന സദേൺ സ്വാം ഡിയർ ആണ്. സദേൺ സ്വാം ഡിയറിൻ്റെ ഒരു കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിന് വേറൊരു കാര്യമുണ്ട്. സദേൺ സ്വാം ഡിയർ അല്ലെങ്കിൽ ബാരാസിംഗ, സെൻട്രൽ ഇന്ത്യയിലുള്ള ബാരാസിംഗകൾ അതിനെ ഹാർഡ് ഗ്രൗണ്ട് ബാരാസിംഗ എന്ന് വിളിക്കാറുണ്ട്. സാധാരണയായിട്ട് കാസിരംഗയിലും അല്ലെങ്കിൽ ദുധ്വയിലും ഒക്കെ കാണുന്നതിന് സോഫ്റ്റ് ഗ്രൗണ്ട് ബാരാസിംഗാസ് ആണെന്ന് വിളിക്കുന്നത്. കൻഹയിൽ കാണപ്പെടുന്നതിന് ഹാർഡ് ഗ്രൗണ്ട് ബാരാസിംഗാസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അതിന് കാരണം ഇതാണ്, ഈ സോഫ്റ്റ് ഗ്രൗണ്ട് ബാരാസിംഗ എന്നൊക്കെ പറയുന്നത് കാസിരംഗയിലുള്ളതൊക്കെ അത് കൂടുതൽ സമയത്തും ചെളിയും വെള്ളത്തിലൊക്കെ കൂടിയാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ഹൂഫ്, അവരുടെ കാൽപാദങ്ങൾ ഈ ചെളിയിലോട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. അതേസമയം സെൻട്രൽ ഇന്ത്യയിലുള്ള ബാരാസിംഗകളൊക്കെ ഹാർഡ് ഗ്രൗണ്ട് ബാരാസിംഗ എന്ന് പറഞ്ഞാൽ അവർ സാധാരണയായിട്ട് നമ്മൾ കാണപ്പെടുന്നത് സാൽ മരങ്ങൾ തിങ്ങിറിഞ്ഞ ഫോറസ്റ്റ് ഉണ്ട്. സാൽ ഫോറസ്റ്റിൻ്റെ നടുക്കുള്ള വലിയ മെഡോസിലാണ്. മെഡോസ് എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡാണ്. പണ്ട് അവിടെ ഗ്രാമങ്ങളുണ്ടായിരുന്നു. ആ ഗ്രാമങ്ങൾ അവിടെ മാറ്റിയപ്പോഴത്തേക്കും അതൊരു വലിയൊരു ഗ്രാസ് ലാൻഡായി മാറി. അങ്ങനെയുള്ള ഗ്രാസ് ലാൻഡുകളിലൊക്കെയാണ് നമുക്ക് ഈ ഹാർഡ് ഗ്രൗണ്ട് ബാരാസിംഗയെ കാണാൻ പറ്റുന്നത്. ബാരാസിംഗയുടെ ആവാസവ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേനും ഭയങ്കര രസകരമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സാധാരണ കാണാൻ പറ്റുന്ന ഗ്രാസ് ലാൻഡിലൊക്കെയാണ്. ഞാൻ മധ്യപ്രദേശിലെ കൻഹ ടൈഗർ റിസർവിൽ ഒരു 6 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേയേറെ ബാരാസിംഗകളെ കാണാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആനിമൽസിലൊന്നാണ്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കൻഹ ടൈഗർ റിസർവിൽ വെച്ച് ഞാൻ കണ്ടിട്ടുള്ള ആ സ്വാം ഡിയേഴ്സിൻ്റെ കഥകളാണ് ഇന്ന് കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. ബാരാസിംഗകളെ സാധാരണ നമ്മൾ കാണുന്നത് ചതുപ്പ് നിലങ്ങളിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് കൻഹ ഗ്രാസ് ലാൻഡിൽ അവർക്ക് ചെറിയ ചെറിയ വാട്ടർ ഹോൾസ് ഉണ്ട്. ചതുപ്പ് നിലങ്ങളും പുല്ലുകൾ വളർന്നു നിൽക്കുന്ന കുറേയേറെ ചതുപ്പ് നിലങ്ങളുണ്ട്. പക്ഷേ ഇവരുടെ രസകരമായിട്ടുള്ള കുറേ ബിഹേവിയേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നെന്ന് പറയുന്നത് മെഡോ ബിഹേവിയർ എന്ന് സാധാരണ നമ്മൾ പറയാറുള്ളൊരു ബിഹേവിയറാണ്. ഈ ബാരാസിംഗകളൊക്കെ, ഈ മാനുകളൊക്കെ സാധാരണ വൈകുന്നേരം ആകുമ്പോൾ രാത്രിയാകുന്ന സമയത്ത് കാട്ടിലോട്ട് പോകും. അവർ ഗ്രാസ് ലാൻഡിൽ നിന്നിട്ട് കാട്ടിലോട്ട് പോകും. എന്നിട്ട് രാവിലെ ഒരു സൂര്യനെ കൊതിച്ച് കഴിയുമ്പോൾ ഒരു 8 മണി 9 മണി ആകുമ്പോഴത്തേക്കിനാണ് ഇവർ ഗ്രാസ് ലാൻഡിലോട്ട് തിരിച്ചു വരുന്നത്. ഭയങ്കര രസകരമാണ്. സാധാരണ ഇവരൊരു സിംഗിൾ ഫയലായിട്ട് ഒറ്റ ലൈനായിട്ട് നടന്നു വരുള്ളൂ. നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ അസംബ്ലിക്ക് നിൽക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, നമ്മൾ ലൈനായിട്ട് നടന്നു പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ബാരാസിംഗകൾ സാധാരണ ഒരു ലൈനായിട്ട് വരും. അത് ലീഡ് ചെയ്യുന്നൊരു പെൺ ബാരാസിംഗ ആയിരിക്കും. ഒരു പെണ്ണായിരിക്കും ഫ്രണ്ടിൽ ലീഡ് ചെയ്തതിന്. കാരണം പെൺമാനുകൾക്കൊന്നും കൊമ്പില്ല. നമ്മുടെ നാട്ടിൽ ബാക്കി നിങ്ങൾക്കും അറിയില്ല, പുള്ളിമാനുകളും മ്ലാവുകൾക്കൊന്നും പെൺമാനുകൾക്കൊന്നും കൊമ്പില്ല. അതുപോലെ തന്നെയാണ് ബാരാസിംഗകളുടെ പെൺമാനുകൾ കൊമ്പില്ല. അപ്പോൾ ഒരു പെൺമാനായിരിക്കും ലീഡ് ചെയ്യുന്ന. പുറകിൽ ഇങ്ങനെ കുറേയേറെ കുഞ്ഞുങ്ങളും ആൺമാനുകളും എല്ലാം ഒരുമിച്ച് ഗ്രാസ് ലാൻഡിലോട്ട് നടന്നു കയറിയിട്ട് പിന്നെ അവരവിടെ വന്നിട്ട് പതിയെ അവിടെ നിന്ന് ഗ്രേസ് ചെയ്ത് തുടങ്ങും. എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് സാധാരണ കഴിക്കുന്ന പുല്ലുകളാണ്. ബാരാസിംഗയുടെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പുല്ലുവർഗ്ഗങ്ങളാണ്. അപ്പം ആ ഗ്രാസ് ലാൻഡിൽ ഒരുവിധപ്പെട്ട എല്ലാ പുല്ലുകളും അവർ കഴിക്കും. വേറെ രസകരമായിട്ടൊരു കാര്യം ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, സാധാരണ അവിടെ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ, ജൂൺ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയൊക്കെ
നല്ല ചൂടായിരിക്കും. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 45 ഡിഗ്രിക്ക് മുകളിലൊക്കെ ചൂട് വരുന്ന കാടാണത്. അപ്പം ബാക്കിയുള്ള മാനുകളൊക്കെ ഇപ്പം പുള്ളിമാനാണേലും മ്ലാവുകളൊക്കെ ആണേലും നല്ല ഓപ്പൺ സ്ഥലത്തു നിന്നൊക്കെ മാറിയിട്ട് ഏതെങ്കിലും മരത്തിനടിയിൽ പോയി തണലുള്ള സ്ഥലത്ത് പോയി ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ കാട്ടിലോട്ട് മാറും. പക്ഷേ ഈ ബാരാസിംഗുകൾ ഒരിക്കലും ഇങ്ങനെ അങ്ങോട്ട് മാറാറില്ല. അവർക്ക് ഈ എത്ര പൊരിവെയിൽ ചൂടാണെങ്കിലും അവർക്ക് അതൊന്നൊരു പ്രശ്നമില്ല, അവരവിടെ തന്നെ ഇരിക്കും. പിന്നെ വേറെ രസകരമായ സംഭവം കാണുന്നത് അവരുടെ മീറ്റിംഗ് ടൈമാണ്. മീറ്റിംഗ് ടൈം സാധാരണ ഡിസംബർ ജാനുവരി മാസങ്ങളിലാണ്. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് മധ്യപ്രദേശിലെ കൻഹ ടൈഗർ റിസർവിലൊക്കെ പോയിട്ടുണ്ടെന്ന്. അവിടെ ഡിസംബർ ജാനുവരി മാസങ്ങളിൽ ഭീകര തണുപ്പാണ്. ഭീകര തണുപ്പെന്ന് പറഞ്ഞാൽ -4 വരെ അവിടെ വരും. അപ്പം നിലത്തൊക്കെ ഗ്രൗണ്ട് ഫ്രോസ്റ്റ് ഒക്കെ പിടിക്കും എന്ന് പറഞ്ഞാൽ ചെറിയ മഞ്ഞുതുള്ളികളൊക്കെ കിടക്കുന്ന പോലെയൊക്കെ കാണാൻ പറ്റും. ആ സമയത്താണ് ഇവരുടെ ബ്രീഡിങ് ടൈം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ബ്യൂഗ്ലിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. ആ സമയത്താണ് ആൺമാനുകളൊക്കെ ഇങ്ങനെ ബ്യൂഗ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കിയിട്ട് പെൺമാനുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വേറെ റൈവലായിട്ടുള്ള മറ്റു മാനുകളോട് പറയാൻ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും ശക്തനായ മാനെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകതരമായിട്ട് ബ്യൂഗ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ബ്യൂഗ്ലിംഗ് സൗണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരവിടെയുള്ള ഇഷ്ടം പോലെ പുല്ലുകളൊക്കെ ഉണ്ട്. ആ പുല്ലുകളൊക്കെ അവരുടെ കൊമ്പിൽ ഇങ്ങനെ കോർത്ത് മൊത്തമായിട്ട് അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് മറ്റ് ഫീമെയിൽസിനെയും മറ്റ് മെയിലിനെയൊക്കെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് നന്നായിട്ട് കാണിക്കുക. അതൊരു നല്ല കാഴ്ചയാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, ആ സമയത്ത് ഡിസംബർ ജാനുവരി മാസങ്ങളിൽ നല്ല മിസ്റ്റി വെതറായിരിക്കും, നല്ല മഞ്ഞ് കയറി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ആൺമാനുകളൊക്കെ പുല്ലിങ്ങനെ തലയിൽ കൊരുത്ത് വെച്ചിട്ട് നിൽക്കുന്ന ആ കാഴ്ച എന്ന് പറഞ്ഞൊരു ഭീകര കാഴ്ചയാണ്. പിന്നെ ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് സാധാരണ പ്രസവിക്കുന്നത്. അപ്പം ആ ജൂൺ പകുതിയോടുകൂടി അവിടെ മഴ പെയ്തു തുടങ്ങും. ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴയൊക്കെ പെയ്തിട്ട് സാധാരണയുള്ള ഗ്രാസ് ലാൻഡിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം കയറും. വെള്ളം കയറിയിട്ട് പ്രത്യേകിച്ച് അവരുടെ ചതുപ്പുകളും ചെറിയ കുളങ്ങളും ഒക്കെ ഉണ്ട്. ആ കുളങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പുല്ലുകൾ വളർന്നു നിൽക്കും. ആ പുല്ലുകൾ വളർന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കിന് ഇതിന് ഭയങ്കര രസകരമായ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഈ കൻഹ ടൈഗർ റിസർവിലെ ഈ ബാരാസിംഗുകളുടെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. 1960കളിൽ ഡോക്ടർ ഷാലർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം അവിടെ പോയിട്ട് 2 വർഷം ടൈഗേഴ്സിനെ കുറിച്ച് പഠിച്ചു. ടൈഗേഴ്സിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ട് അദ്ദേഹം ഒരു ഡിയർ ആൻഡ് ടൈഗർ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി വെച്ചു. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൻഹ ടൈഗർ റിസർവിലെ കൻഹ ഗ്രാസ്ലാൻഡിൽ മാത്രം, പിന്നെ സോംഫ് എന്ന് പറഞ്ഞൊരു ഗ്രാസ്ലാൻഡിൽ മാത്രമാണ് ബാരാസിംഗുകളെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ബാരാസിംഗയുടെ നമ്പർ 100ൽ താഴെയാണ്. ഈ 100ൽ താഴെ എന്നുള്ള വിവരം ലോകം മുഴുവൻ അറിഞ്ഞു. അപ്പോൾ ആ സമയത്ത് സ്വിറ്റ്സർലൻഡിലൊരു യങ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും മൃഗത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് താല്പര്യമുള്ള, അദ്ദേഹത്തിൻ്റെ പേര് ക്ലോഡ് മാർട്ടിൻ എന്നായിരുന്നു. എനിക്കൊന്ന് അദ്ദേഹത്തിന് ആ സമയത്ത് 25 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് കേട്ടു. അദ്ദേഹം ഇന്ത്യയിലോട്ട് വന്ന് WWFൻ്റെ സപ്പോർട്ട് കൂടി ഫണ്ടിങ് ഒക്കെ കിട്ടി. അദ്ദേഹം ഇന്ത്യയിലെ കൻഹ ടൈഗർ റിസർവ് വന്നിട്ട് ഈ ബാരാസിംഗയെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അധികമൊന്നും അറിയില്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നു 1964 റിപ്പോർട്ട് അനുസരിച്ച് 65ൽ താഴെ ബാരാസിംഗുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആർക്കും അറിയത്തില്ല, ബാരാസിംഗുകളുടെ നമ്പർ ഇങ്ങനെ വളരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഡോക്ടർ ജോർജ് ഷാലറൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് ഒരുപക്ഷെ കടുവകളും ബാക്കിയുള്ള പ്രിഡേറ്ററൊക്കെ പിടിച്ച് തിന്നുന്നതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം അവിടെ 2 വർഷം അവിടെ നിന്ന് മൊത്തം സ്റ്റഡി ചെയ്തു. അദ്ദേഹം ആ കാട്ടിൽ മൊത്തം നടന്നു. ഇതിനൊക്കെ പഠിച്ചപ്പോഴത്തേന് കുറേ അമേസിങ് ഡിസ്കവറി അദ്ദേഹം നടത്തി. അദ്ദേഹം ഒന്ന് മനസ്സിലാക്കിയതിൽ, അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ മനസ്സിലാക്കിയത്, ഇത് എനിക്കൊരു 5-6 വർഷം 2019 അദ്ദേഹം തിരിച്ച് മധ്യപ്രദേശ് കൻഹ ടൈഗർ റിസർവിൽ വന്നിരുന്നു. ഞാൻ ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് 2 മണിക്കൂർ ഞങ്ങൾ നാച്ചുറലിസ്റ്റുകളെല്ലാം കൂടി ഇരുന്നിട്ട് കുറേയേറെ ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഏകദേശം 45 വർഷം പുറകിലായിരുന്നു അദ്ദേഹം സ്റ്റഡി ചെയ്തത്. ആ സമയത്ത് അദ്ദേഹത്തിന് 73 വയസ്സുണ്ട്. അദ്ദേഹം കുറേയേറെ കഥകൾ ഞങ്ങളോട് പറഞ്ഞു ബാരാസിംഗയെക്കുറിച്ചുള്ള. അപ്പോൾ ആ കഥകൾ പറഞ്ഞ കൂട്ടത്തിൽ കുറേയേറെ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, ആ സമയത്തൊക്കെ കാന മെഡോയിൽ, അല്ലെങ്കിൽ കാന ടൈഗർ റിസർവിലെ കൻഹ മെഡോയാണ് അവിടുത്തെ ലാർജ് മെഡോ. അവിടെ കുറേയേറെ ബാരാസിംഗുകളുണ്ട്. അപ്പോൾ ഇവർക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ സമയമാകുമ്പോഴത്തേക്കിന് ആ ഗ്രാസ് ലാൻഡിൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള തക്കതായ അവർക്കൊരു ഹാബിറ്റായിട്ടില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടുന്ന് ബാരാസിംഗുകൾ കാട്ടിക്കൂടെ നടന്ന് അടുത്തൊരു വലിയൊരു ഗ്രാസ് ലാൻഡാണ്, സോംഫ് എന്ന് പറഞ്ഞൊരു ഗ്രാസ് ലാൻഡാണ്. സോംഫ് മെഡോ എന്നാണ് പറയുന്നത്. എനിക്കൊന്ന് 8-10 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ കാട്ടിക്കൂടെ ഇവർ പോയിട്ട് നടന്നു പോയിട്ട് സോംഫ് മെഡോയിൽ കുറേ ടോളായിട്ടുള്ള ഗ്രാസ് ലാൻഡൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഇവർ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് തിരിച്ച് കുഞ്ഞുങ്ങളായിട്ട് വരുന്ന സമയത്ത് ഈ നമ്മുടെ നാട്ടിലുള്ള കുറുനരി, ജക്കാൾ അല്ലെങ്കിൽ ലെപ്പേർഡ്, ഇതൊക്കെ ഈ ബാരാസിംഗയുടെ കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നാൻ തുടങ്ങി. അപ്പോൾ അതാണ് മെയിൻ റീസൺ എന്ന്
അദ്ദേഹം ആക്ച്വലി പഠനത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. പിന്നെ അതുങ്ങൾക്ക് പറ്റുന്ന ഈ ബാരാസിങ്ങൾക്ക് പറ്റുന്ന ഗ്രാസുകളൊന്നും കൻഹയിൽ അധികം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഠനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് മധ്യപ്രദേശിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാര്യം മനസ്സിലായി, നമ്മളിതിനെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ വംശം ഹാർഡ് ഗ്രൗണ്ട് ബാരാസിംഗ എന്ന് പറഞ്ഞ ഒരു ജീവി ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകാൻ സാധ്യം. കാരണം 60-ൽ താഴെ ഉള്ളൂ, 65 എണ്ണേ ഉള്ളൂ. അപ്പം ഇവർ അതിനുവേണ്ടി പ്രൊട്ടക്ഷൻ ആരംഭിച്ചു. അപ്പോൾ ഇവർ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഫെൻസിങ് ഉണ്ടാക്കി കൻഹ ടൈഗർ റിസർവിൽ. ഇപ്പോഴും നിങ്ങൾ കൻഹ ടൈഗർ റിസർവിൽ പോയാൽ നിങ്ങൾക്ക് ആ ഫെൻസിങ് അവിടെ കാണാൻ പറ്റും. വലിയൊരു ഫെൻസിങ് ഉണ്ടാക്കിയിട്ട് ആ ഫെൻസിങ്ങിനകത്ത് കുറേയേറെ ബാരാസിംഗുകളെ പിടിച്ചിട്ടു. ആൺ ബാരാസിംഗുകളും പെൺ ബാരാസിംഗുകളും. കാരണം വെളിയിൽ നിന്നൊരു കടുവയോ പുലിയോ ഒന്നും വന്ന് പിടിച്ചതിനെ കൊന്നു തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ അവർക്ക് കുറേയേറെ ക്രിയേറ്റീവ് വാട്ടർ ഹോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. വെള്ളക്കെട്ടുകളും ഇവർക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പറ്റിയ വെള്ളക്കെട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നമ്പർ കൂടിയപ്പോഴത്തേക്കും കൂടുന്നതനുസരിച്ച് കുറച്ച് ഇവർ തിരിച്ചു വിടാൻ തുടങ്ങി. അതിപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം പിന്നീട് അവർ മുക്കി സോൺ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കാനാ സോണുണ്ട്, മുക്കി സോണിലോട്ട് ബാരാസിംഗുകൾക്കൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് 2 മെഡോസിനെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള വലിയ ഫയർ ലൈൻ ഉണ്ടാക്കി. ഫയർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കാട്ടിലിപ്പോൾ ഒരു സൈഡിൽ തീ പിടിക്കാന്ന് വെക്കുക. അപ്പോൾ ഒരു സൈഡ് തീ പിടിച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ തീ മറ്റു സ്ഥലത്തോട് വ്യാപിക്കാതിരിക്കാൻ വേണ്ടി കാടിൻ്റെ നടുക്കൂടെയൊക്കെ ആൾക്കാർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർ, അവർ വലിയ വീതിയിലുള്ള ഈ പുല്ലൊക്കെ ചെത്തിക്കഴിഞ്ഞ് മരങ്ങളോ പുല്ലുകളോ ഒന്നും വളരാതിരിക്കാൻ നീളത്തിൽ അവരിങ്ങനെ ഇത് വെട്ടിത്തെളിച്ചിടും. അപ്പോൾ അതിനാണ് ഫയർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫയർ ലൈൻസ് 2 മെഡോസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ അവിടുന്ന് ബാരാസിംഗുകൾ മൺസൂൺ സമയത്ത് നടന്ന് അടുത്ത മെഡോസിലൊക്കെ എത്തി. അപ്പം ബിഷൻപുര എന്ന് പറഞ്ഞ മെഡോസിലും ഇപ്പം സോണ്ടർ, ഒറൈ ഈ പറയുന്ന മെഡോസിലെല്ലാം ഇപ്പം ബാരാസിംഗുകളുണ്ട്. അവർ പിന്നെ വേറൊരു കാര്യം അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, ഇവർ ഈ ഗ്രാസ് പ്ലാന്റ് ചെയ്യാൻ തുടങ്ങി. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇവർ ഗ്രാസ് ലാൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രാസ് ലാൻഡിൻ്റെ നടുക്ക്, ഇപ്പം ബിഷൻപുരയുടെയൊക്കെ നടുക്ക് വലിയ വാട്ടർ ഹോൾ അവർ ആദ്യം നിർമ്മിച്ചു, കുറേയേറെ വാട്ടർ ഹോൾസ് നിർമ്മിച്ചു. പിന്നെ അവർ കുറേയേറെ ഗ്രാസ് പ്ലാന്റ് ചെയ്ത്, നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്, ട്രാക്ടറൊക്കെ വന്നിട്ട് നില ഉഴുതുന്നു. അപ്പോൾ നമ്മൾ നാച്ചുറലിസ്റ്റുകളൊക്കെ നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ കണ്ണ് മിഴിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ഫോറസ്റ്റുകാർക്ക് എന്ത് പറ്റിയത്? കാരണം ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ, ഒരു ടൈഗർ റിസർവിൻ്റെ നടുക്ക് വന്നിട്ട് ഇവർ ട്രാക്ടറൊക്കെ ഇട്ടും മണ്ണുഴുതും. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ആ ഗ്രാസ് ലാൻഡിൽ തന്നെ കുറേയേറെ ടൈപ്പ് ഗ്രാസസ് ഉണ്ട്. ചില ഗ്രാസുകളൊന്നും മാനുകൾ കഴിക്കാത്ത ഗ്രാസുകളുണ്ട്. ആ ഗ്രാസുകളൊക്കെ അവർ റിമൂവ് ചെയ്തിട്ട് പാലറ്റബിൾ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ മാനുകളൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രാസുകളൊക്കെ അവരോട് വെച്ച് പിടിപ്പിച്ചിട്ട് ഈ മാനുകളൊക്കെ ഇത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർക്ക് ഫുഡിൻ്റെ ഒരു സോഴ്സ് അവിടെ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. തന്നെയല്ല അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സ്വാമ്പി ഏരിയസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൻഹ ടൈഗർ റിസർവിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വാമ്പ് ഡിയേഴ്സ് എപ്പോഴും അവിടെ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ പുല്ലിലൊക്കെ തിന്നുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇന്ത്യയിൽ നമുക്ക് കുറേയേറെ നാഷണൽ പാർക്കുകളും ടൈഗർ റിസർവും ഒക്കെ ഉണ്ട്. അവിടുത്തേലൊക്കെ ഏറ്റവും മികച്ച വെൽ മാനേജ്ഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് കരുതപ്പെടുന്ന ഒന്നാണ് കൻഹ ടൈഗർ റിസർവ്. കുറേയേറെ ആൾക്കാർ അവിടെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനും കാണാനൊക്കെ വരാറുണ്ട്, കുറേയേറെ ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ. ഇതിന് മെയിൻ കാരണമായിട്ട് ഈ ബാരാസിംഗ മാനേജ്മെൻറ്റ് അവരെങ്ങനെ ചെയ്യുന്നുള്ള കഥയാണ്. അടുത്തിടയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു 8-10 വർഷം മുമ്പ് മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാരാസിംഗയുടെ നമ്പർ 800-ലധികം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവരോർത്തു പണ്ട് കാലത്ത് ഇതിനെ ബാരാസിംഗയെ സത്പുര ടൈഗർ റിസർവിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബാന്ധവൂരിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊരു 10-50 ബാരാസിംഗയെ പിടിച്ചിട്ട് അവർ സത്പുര ടൈഗർ റിസർവിലോട്ട് മാറ്റിയത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. മധ്യപ്രദേശിൽ എനിക്ക് തോന്നുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ഗോറിനെ മാറ്റാറുണ്ട്, നമ്മുടെ കാട്ടുപോത്തിനെ, സ്പോട്ടഡ് ഡിയർ പുള്ളിമാനെ മാറ്റാറുണ്ട്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് അവർ എനിക്ക് തോന്നുന്നു നീൽഗായ് എന്ന് പറയുന്ന നീലക്കാൾ എന്ന് പറഞ്ഞൊരു മൃഗത്തെ പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാമ്പ് ഡിയറിനെ മാറ്റി ഭയങ്കര രസമാണ്. കാരണം ഭയങ്കര എൻഡേഞ്ചർഡാണ്, ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു മൃഗമാണ്. ഇവരിതിനെ സത്പുര കാട്ടിക്കൊണ്ട് വിട്ടിട്ട് അവിടെ വലിയൊരു എൻക്ലോഷർ ഉണ്ടാക്കി ആദ്യം തന്നെ. ഞാനിപ്പോഴും ഓർക്കണം, ഞാനവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് അവർ ബാരാസിംഗെ അങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവർ എനിക്കൊന്ന് ബോറി എന്ന് പറഞ്ഞൊരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ബോറി ഗ്രാമത്തിലും ധായി എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വലിയൊരു എൻക്ലോഷർ ഉണ്ടാക്കിയിട്ട് ആ എൻക്ലോഷറിനകത്ത് കൊണ്ടുപോയിട്ടാണ് ആദ്യം ഇവർ കൻഹയിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വാമ്പ് ഡിയറിനെ അവിടെ പാർപ്പിക്കും കുറച്ച് ദിവസത്തേക്കിന്. അതിനെ കുറച്ച് എനിക്ക് തോന്നുന്നു കുറേ മാസങ്ങളോ അല്ല 1-2 വർഷം അവിടെ അകത്ത് നിർത്തിയിട്ടാണ് അവരവിടുത്തെ ഹാബിറ്റാറ്റൊക്കെ അഡാപ്റ്റഡ് ആയിട്ട് അവർ പതിയെ ഫെൻസ് തുറന്നിട്ട് ഇവരെ വെളിയിലോട്ട് വിടും. അപ്പോൾ ഫെൻസിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ല ചെയിൻ ലിങ്ക് ഫെൻസൊക്കെ വെക്കും. അതിൻ്റെ അകത്ത് അവർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്, ഗ്രാസ് ലാൻഡ് ഉണ്ട്, വാട്ടർ ബോഡീസ് ഉണ്ട്. വേറെ മൃഗങ്ങൾക്കൊന്നും അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, പുലിക്കോ കടുവയ്ക്കൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേനും അവർ രസകരമായ ഒരു കാര്യം കണ്ടെന്ന് പറഞ്ഞാൽ കുറേ കുഞ്ഞുങ്ങളെ കണ്ടു. ബാരാസിംഗയുടെ കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ. പക്ഷെ കുറച്ച് ദിവസം പിന്നെ കണ്ടപ്പോഴത്തേക്കിന് കുഞ്ഞുങ്ങൾ കുറേ എണ്ണം ചത്തുപോകുന്നത് കണ്ടു. അപ്പം ഇവർ നോക്കുമ്പോൾ എന്താണ് ഇവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായില്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടുത്തെ ഒരു റേഞ്ച് ഓഫീസർ വന്ന് ഞങ്ങളോട് ഈ കഥ പറയുന്നത്. അവർ പറഞ്ഞ് അവർ പിന്നീട് ഒരു ദിവസം അകത്ത് നോക്കുമ്പോഴത്തേക്കിന്
വലിയൊരു പെരുമ്പാമ്പ് അകത്ത് നിന്ന് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവർ ഈ ഫെൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു വിടവുണ്ടായിരുന്നു ഈ ഫെൻസിന് താഴെ. അപ്പോൾ ഈ താഴെക്കൂടെ ഫെൻസിൻ്റെ താഴെക്കൂടെ വെള്ളത്തിൽ കൂടെ പെരുമ്പാമ്പ് കയറിയിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ച് തിന്നായിരുന്നു. അപ്പോൾ പിന്നെ ഇവർ പെരുമ്പാമ്പിനെയൊക്കെ പിടിച്ച് ഫെൻസിന് വെളിയിൽ കളഞ്ഞിട്ട് പിന്നെ അവർ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പം ബാരാസിംഗ കുറേയേറെ സ്ഥലത്ത് സത്പുരയിലോട്ടായിട്ടുണ്ട്, ബോറിയിലുണ്ട്, ദായിലുണ്ട്, ചൂർണ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, മാലിനി എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടുണ്ട്. അപ്പോൾ കുറേ സ്ഥലത്ത് 200-ലധികം നമ്പറുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ അടുത്തിടയ്ക്ക് അവർ ഈ ബാരാസിംഗ കുറേ എണ്ണത്തിന് ബാന്ധവ്ഗഡ് ടൈഗർ റിസർവിലോട്ടും ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ബാന്ധവ്ഗഡ് ടൈഗർ റിസർവ് ഭയങ്കര ടൈഗറിൻ്റെ ഹൈ ഡെൻസിറ്റി പോപ്പുലേഷനുള്ള സ്ഥലമാണ്. അവിടോട്ട് ഇപ്പോൾ മാറ്റിയിട്ട് എനിക്കൊന്നൊരു 50 എണ്ണത്തെ അവർ മാറ്റി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു 60-65 എണ്ണമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഇതിൻ്റെ ഡൈവേഴ്സിറ്റിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുമൊക്കെ ഇവർ കുറേയേറെ നല്ല കാര്യങ്ങൾ മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കിന് വേറെ കാര്യങ്ങളുണ്ട്. ഈ ബാരാസിംഗയുടെ നമ്പർ കൂടാനായിട്ട് കാര്യം കണ്ടുപിടിച്ചത് ക്ലോഡ് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു സ്വിറ്റ്സർലൻഡിലുള്ളൊരു അദ്ദേഹം ഇവിടെ വന്ന് പഠിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാം ആൾക്കാരൊക്കെ ക്യാമറ ട്രാപ്പ് വെക്കുന്നുണ്ട്. ചിലപ്പോൾ ചില സയൻറ്റിസ്റ്റുകൾ കാട്ടിക്കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റുകളായിട്ടുള്ള നമ്മൾ ഓർക്കും ഇവരെന്തിനാണ് കാട്ടിക്കൂടെ നടന്നു പോകുന്നത്, നമുക്ക് പെർമിഷൻ എടുത്തിട്ട് നമ്മളിതിനെക്കുറിച്ച് കാശ് കൊടുത്തിട്ട് അകത്ത് പോകുമ്പോൾ ഇവർക്കൊക്കെ എങ്ങനെ നടക്കാൻ പറ്റും, ഇവർക്ക് എവിടെയും പോകാൻ പറ്റും അകത്തൊക്കെ. അപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ കാടുകളിൽ പല സയൻറ്റിസ്റ്റുകൾ അതിനെക്കുറിച്ചൊക്കെ പല ജീവികളെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അപ്പം കാടിനകത്തൊക്കെ അവർക്ക് പെർമിഷൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് ഇതിൻ്റെ ജീവിതചര്യയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ട് ഈ സ്പീഷീസുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇനിയും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഫോറസ്റ്റിനെ കുറിച്ച് പഠിക്കാനോ ആനിമൽസിനെ കുറിച്ച് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും അല്ലാത്ത WIA കുറേയേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അവിടെയൊക്കെ ജോയിൻ ചെയ്യാൻ ആനിമൽസിനെ കുറിച്ച് പഠിക്കാനും ഇതിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ കഥ, ബാരാസിംഗയെക്കുറിച്ചുള്ള കഥകൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും കാണുക, ഇനിയും ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള കഥകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്. Thank you so much.